ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നിങ്ങൾ ഈ യൂട്യൂബ് എടുത്തിട്ട് കീം ഫാർമസി 2026 എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. ടോപ്പിൽ വരുന്ന ഓൾമോസ്റ്റ് വീഡിയോസും നമ്മുടേതായിരിക്കും. കാരണം കേരളത്തിലെ 2026 ഫാർമസി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും ബാക്കി കാര്യങ്ങളും ഒക്കെ ഏറ്റവും വേഗത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഇത്. തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഒരുപാട് വിദ്യാർത്ഥികൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മെഡിക്കൽ അലൈഡ് കോഴ്സിന്റെ ഒരു നോട്ടിഫിക്കേഷൻ കീമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിൽ ഓപ്ഷൻസ് ഫ്രഷ് ആയിട്ട് ആഡ് ചെയ്യാൻ എഞ്ചിനീയറിംഗ് അല്ല, മെഡിക്കൽ അലൈഡ് കോഴ്സുകളാണ്. അതായത് അഗ്രികൾച്ചർ ഉൾപ്പെടെയുള്ള മറ്റ് വെറ്റിനറി കോഴ്സുകൾ ഉൾപ്പെടെയുള്ള കോഴ്സുകളാണ്. അപ്പോൾ ഇതിന് പിന്നാലെ പല സ്റ്റുഡൻസും ബി ഫാമിന്റെ അതായത് ഫാർമസിയുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയോ എന്ന് ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് വാട്സപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും DM ഒക്കെ ആയിട്ട് കമന്റുകളുടെ അടിയിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കൃത്യമായിട്ട് ഞാനിവിടെ നമ്പർ പറ്റുമെങ്കിൽ കൊടുക്കാം. നമ്മുടെ കീമിന്റെ ഒഫീഷ്യൽ എൻക്വയറി നമ്പറിൽ ഞാൻ ഉച്ചയ്ക്ക് ശേഷം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പറയുന്ന ഡേറ്റ് ജൂലൈ 24 ഓക്കെ, അതിനനുസരിച്ച് നോക്കാം. അപ്പോൾ അവിടെ നിന്ന് കൃത്യമായിട്ട് ലഭിച്ച വിവരം എന്ന് പറയുന്നത്, അവരുടെ അധികാരി ഒരു മാം എടുക്കുകയും കൃത്യമായിട്ട് പറഞ്ഞത് അതിന്റെ അപ്രൂവലും ബാക്കി കാര്യങ്ങളും ഒക്കെ ഓൺ പ്രോസസ്സിംഗ് ആണ്. അത് എന്തായാലും ഒരാഴ്ച കൂടി സമയം എടുക്കുമെന്ന തരത്തിൽ തന്നെയാണ് സംസാരിച്ചത്. ഇതുവരെയും ഫാർമസിയുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ വിളിച്ചിട്ടില്ല. ഒരുപാട് വിദ്യാർത്ഥികൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് കോൾ ചെയ്യുകയും അതുപോലെ തന്നെ മെസ്സേജ് ചെയ്യുകയും ചോദിക്കുമ്പോഴാണ്, സർ അവർക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു, കോളേജുകളിൽ പോയി അവര് അഡ്മിഷൻ എടുത്തു, ഫാർമസിയുടെ വിളിച്ചിട്ടില്ലേ, ഉള്ളതാണോ അല്ലെ ഞങ്ങൾ വിട്ടുപോയതാണോ? അപ്പോൾ നിങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി കൂടി ഞാൻ പറയുകയാണ്, കീമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ആ ഒരു ഇതിൽ നോക്കുമ്പോൾ സൈഡിൽ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റും അത് ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന തരത്തിൽ വിജ്ഞാപനമായിട്ട് നോട്ടിഫിക്കേഷനായിട്ടും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇപ്പോൾ ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയം വരെയും BArcന്റെ വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ BTechന്റെ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്റെ ബാക്കി സെക്കൻഡ് അലോട്ട്മെന്റും ബാക്കി ഫീസ് സ്ട്രക്ചറും ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഒരാഴ്ചക്കകത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഇപ്പോൾ ഒരു വീക്കെൻഡിലാണ് വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ബി ഫാർമസി, ഞാൻ ഇതിന് മുമ്പ് ഡേറ്റുകൾ പറഞ്ഞു, പക്ഷെ പിന്നെയും ഡിലേ ആയ എനിക്കറിയാം. ജൂലൈ 18 നമ്മൾ ആദ്യം പ്രഡിക്ഷൻ ആയിട്ട് പറഞ്ഞത്. അത് കഴിഞ്ഞ വർഷത്തെ ആ ഒരു ട്രെൻഡ് അനുസരിച്ച് തീർച്ചയായിട്ടും ഞാൻ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ഡിലേ അപ്രൂവൽ സൈഡിലൊക്കെ നടക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഫീസ് സ്ട്രക്ചർ റിവിഷനും ഒക്കെ ആയിരിക്കാം. എനിവേ, ഫൈനൽ കൺഫർമേഷൻ അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനനുസരിച്ച് ബി ഫാം അതായത് ഫാർമസിയുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻസും കേരളത്തിൽ ഈ പറയുന്ന കീം കാൻഡിഡേറ്റ് ലോഗിൻ പോർട്ടൽ വഴിയുള്ള ബി ഫാമിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻസും സ്റ്റാർട്ടാകും. അത് കഴിഞ്ഞ ഉടൻ തന്നെ അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സിലേക്ക് വരും. സോ മക്കളെ, വെയിറ്റ് ചെയ്യുക, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കൂടെ തന്നെയുണ്ട് എല്ലാവിധ അപ്ഡേറ്റ്സും നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഈ ചാനൽ വഴിയും ലഭിക്കുന്നതായിരിക്കും. ഫാർമസിക്കാരെ തനിച്ചല്ല. ഓക്കെ, സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർത്തുന്നു. നിങ്ങൾ എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ മാക്സിമം ഷെയർ ചെയ്യാനും മടിക്കേണ്ട. ഓൾ ദി ബെസ്റ്റ്.